നിങ്ങൾ പറ ഇന്നത്തെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ യുണൈറ്റഡിൻ്റെ പ്രസക്തി എന്താണ്? എനിക്ക് ശരിക്കും കണ്ടിട്ട് സങ്കടം തോന്നുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രാൻസ്ഫർ റൂമറുകളൊക്കെ ശ്രദ്ധിച്ചു. ഇപ്പം ആ ഒരു റയൽ മാഡ്രിഡും വിനീഷ്യസും തമ്മിൽ അവിടെ പുതിയ കോൺട്രാക്റ്റിൻ്റെ പേരിൽ യുദ്ധമാണ്. റയൽ അതുകൊണ്ട് തന്നെ യാൻ ഡയമണ്ടൊക്കെ കാണിച്ച് വിനീഷ്യസിനെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നു. വിനീഷ്യസ് ആണെങ്കിൽ വിനീഷ്യസിൻ്റെ ഏജൻറ്റ് ലിവർപൂളിൻ്റെ അടുത്ത് പോകുന്നു, വിനീഷ്യസിനെ ഓഫർ ചെയ്യുന്നു, വേണമെങ്കിൽ നിങ്ങൾക്ക് വിനീഷ്യസിനെ സൈൻ ചെയ്യാം. ലിവർപൂൾ പറയുന്നു ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ പ്രിഫറൻസ് റൈറ്റ് വിങ്ങറാണ്. ഉടനെ തന്നെ ആർസണലുമായിട്ടുള്ള വിനീഷ്യസിൻ്റെ ലിങ്ക്സും റൂമേഴ്സും വരുന്നു. അത് ഡേവിഡ് ഓൺസ്റ്റീൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആർസണൽ വിനീഷ്യസിനെ സൈൻ ചെയ്യാൻ തയ്യാറെടുക്കുന്നു. അവിടെ ആർസണൽ വെയിറ്റ് ചെയ്യുക. വിനീഷ്യസും റയലും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വന്ന് അവർ തമ്മിൽ അടിച്ച് പിരിയാൻ വെയിറ്റ് ചെയ്ത് ആർസണൽ നിൽക്കുന്നു. അപ്പോൾ ആർസണൽ വിനീഷ്യസിൻ്റെ ആ ഒരു ആസ്കിങ് സാലറി, റയലിൽ വിനീഷ്യസ് ചോദിക്കുന്ന ആ ഒരു 30 മില്യൺ യൂറോസിൻ്റെ സാലറി കൊടുക്കാൻ ആർസണൽ തയ്യാറായി റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ എവിടെ? അപ്പോൾ അതാ പറഞ്ഞ നമ്മുടെ പ്രസക്തി എന്താണ്, നമ്മുടെ ഇമ്പോർട്ടൻസ് എന്താണ്? നമുക്ക് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പം ഇത്തരം വലിയ പ്ലെയേഴ്സ് എപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആകുന്ന സമയത്ത് ഏറ്റവും ആദ്യം ലിങ്ക് ചെയ്തിരുന്നത് നമ്മൾ ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ടായിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ എഡ് വുഡ്വാർഡ് ഏറെയൊക്കെ നമ്മൾ കളിയാക്കുമായിരുന്നു, എഡ് വുഡ്വാർഡിനെയൊക്കെ കളിയാക്കുമായിരുന്നു. പക്ഷേ ആ സമയത്ത് നമ്മൾ വലിയ പ്ലെയേഴ്സിനെ സൈൻ ചെയ്തു. അല്ലെങ്കിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഏറ്റവും ആദ്യം വലിയ പ്ലെയേഴ്സൊക്കെ റയലിൽ നിന്നൊക്കെ പോകുമ്പോഴത്തേനും അവരേറ്റവും ആദ്യം നമ്മളുമായിട്ടായിരുന്നു ലിങ്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ അവസ്ഥ ഭയങ്കര മോശമാണ്. എഡ് വുഡ്വാർഡിനെ ഞാൻ ന്യായീകരിക്കുകയൊന്നുമല്ല, പക്ഷേ നമ്മുടെ സൈനിങ്സ്, നമ്മൾ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മൾ നടത്തുന്ന സൈനിങ്സ് ഒന്നിനെയും കുറച്ച് ഞാൻ കാണുന്നില്ല. ആന്ത്രേ സാന്റോസ് ആയാലും ടെലിമാൻസ്, ഇവരെ ഒന്നും മോശം സൈനിങ്സ് ഒന്നും ആയിട്ട് കാണുന്നില്ല. പക്ഷേ ആർസണലും റയലും ഒക്കെ സൈൻ ചെയ്യുന്ന പ്ലെയേഴ്സിനെ ശ്രദ്ധിച്ചു. ആർസണൽ ലിങ്ക് ചെയ്തിരിക്കുന്നത് ഇപ്പം വിനീഷ്യസുമായിട്ട്, അൽവാരസുമായിട്ട്, ബ്രൂണോ ഗുമാറസുമായിട്ട്. അപ്പോൾ അതാ പറഞ്ഞ അവരുടെ ഒരു അംബീഷൻ, അവർ എന്തുമാത്രം അഗ്രസീവായിട്ടാണ് ആ ഒരു മാർക്കറ്റിൽ പ്ലെയേഴ്സിനെ സൈൻ ചെയ്യാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. നമ്മുടെ അടുത്ത സൈനിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു നിശ്ചയവും ഇല്ല. ബലേബായി സൈൻ ചെയ്യണോ, മണു കോണെ സൈൻ ചെയ്യണോ, ഇതല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സാണ്ടർ ബെർഗിനെ സൈൻ ചെയ്യണോ, ആരെ സൈൻ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷനിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. അപ്പം എന്നിട്ട് ലാസ്റ്റ് വിൽകോക്സ് കാരിക്കിനോട് പറയും, എനിക്ക് വേണം ടോപ്പ് 3, എനിക്ക് വേണം ചാമ്പ്യൻസ് ലീഗിൽ ആ ഒരു ക്വാർട്ടർ ഫിനിഷെങ്കിലും മിനിമം എനിക്ക് വേണം. അപ്പം എനിക്കറിയത്തില്ല ബാക്കിയുള്ള ടീമുകൾ ഇത്രയും വലിയ സ്വപ്നങ്ങൾ കാണുമ്പം നമ്മൾ എന്തുകൊണ്ട് ചെറിയ സ്വപ്നം കണ്ട് സന്തോഷിക്കുന്നു? നമ്മൾ ആരാധകരാണെങ്കിൽ പോലും നമ്മളും ഇവരുടെ ഈ ഒരു അംബീഷനെ ന്യായീകരിക്കാൻ നമ്മളും തയ്യാറാണിപ്പം. നമുക്കും ചെറിയ സ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ. പണ്ട് പോഗ്ബ, സ്ലാട്ടാൻ ഇബ്രാഹിമോവിച്ച്, ലുക്കാക്കു, ഇങ്ങനത്തെ സൈനിങ്സ് ഒക്കെ വന്നുകൊണ്ടിരുന്ന ക്ലബ്ബാണ്. അത് നമ്മുടെ സെയിലിൻ്റെ കാര്യം തന്നെ. ഇപ്പം യാൻ ഡയമണ്ടേ പോണക്കത്തെ ഒരു പ്ലെയർ, യാൻ ഡയമണ്ടേ എന്ന് പറയുന്ന പ്ലെയർ ഐവറി കോസ്റ്റിന് വേണ്ടി കളിക്കുന്ന പ്ലെയറാണ്. ആ പ്ലെയറിൻ്റെ കൂട്ടത്തിൽ കളിക്കുന്ന ഒരു പ്ലെയർ നമ്മുടെ ടീമിലുണ്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിലുണ്ട്, അമാദ് ഡിയാലോയെ നമ്മൾ ഇന്ന് വിൽക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കി. എന്തുമാത്രം കാശ് കിട്ടും? കൂടി വന്നാൽ ഒരു 50 മില്യൺ പൗണ്ട്സ് കിട്ടിയേക്കാം. പക്ഷേ യാൻ ഡയമണ്ടയുടെ പ്രൈസ് എന്ന് പറയുന്നത് 100 മില്യൺ എബോ ആണ്. വേൾഡ് കപ്പിലെ ഈ 2 പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസ് തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ഇമ്പാക്റ്റ് ഐവറി കോസ്റ്റിന് ചെയ്ത് കൊടുത്ത പ്ലെയർ എന്ന് പറയുന്നത് അമാദ് ഡിയാലോ ആണ്. അമാദ് ഡിയാലോ 2 ഗോൾ സ്കോർ ചെയ്യുകയും 3 ചാൻസ് ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ യാൻ ഡയമണ്ടേ ഒരു ഗോൾ പോലും സ്കോർ ചെയ്തിട്ടില്ല. 4 അസിസ്റ്റ് പുള്ളിക്കുണ്ട്. പിന്നെ യാൻ ഡയമണ്ടയുടെ റെക്കോർഡ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഡ്രിബിൾസ് കംപ്ലീറ്റഡ്, ഏറ്റവും കൂടുതൽ ഡ്രിബിൾസ് കംപ്ലീറ്റഡ്, പ്രോഗ്രസീവ് ക്യാരീസ്, ഇങ്ങനത്തെ കാര്യത്തിലൊക്കെയാണ് വേൾഡ് കപ്പിൽ പുള്ളി റെക്കോർഡ് നേട്ടമൊക്കെ കൈവരിച്ചത്. അല്ലാതെ ഒരു ഐവറി കോസ്റ്റിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് തോന്നുന്നില്ല അമാദ് ഡിയാലോയെ പോലൊരു ഇൻഫ്ലുവൻഷ്യൽ പ്ലെയർ ആയിരുന്നു യാൻ ഡയമണ്ടേ എന്ന് ഉള്ളത്. പക്ഷേ നമ്മൾ ഈ ഒരു യാൻ ഡയമണ്ടേ എന്ന്
പറയുന്ന പ്ലെയർ പുള്ളി ലെഫ്റ്റ് ഫുട്ട് റൈറ്റ് ഫുട്ട് രണ്ടും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ്. പക്ഷേ പ്രിഫറബിളി ഒരു ലെഫ്റ്റ് ഫുട്ടഡ് പ്ലെയർ ആണെന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ സീസണിൽ റൈറ്റ് ഫുട്ട് വെച്ചിട്ട് 6 ഗോൾ, ലെഫ്റ്റ് ഫുട്ട് വെച്ച് 7 ഗോളൊക്കെ സ്കോർ ചെയ്തു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം പുള്ളിക്ക് ആ ഒരു പ്രൈസ് ടാഗൊക്കെ വന്നിരിക്കുന്നത്. പക്ഷേ എന്നാലും പ്രീമിയർ ഈ ഒരു വേൾഡ് കപ്പിൽ ഈ ഒരു പെർഫോമൻസ് തന്നെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ പ്ലെയേഴ്സിന് എന്തുകൊണ്ട് ഇങ്ങനെ ചെറിയ വാലുവേഷനിൽ എത്തി നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ യുണൈറ്റഡിൻ്റെ സെല്ലിങ്ങിൻ്റെ കാര്യത്തിലും യുണൈറ്റഡിൻ്റെ പ്ലെയേഴ്സിൻ്റെ ഒരു ഹൈപ്പിൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെ നമ്മൾ പ്ലെയേഴ്സിനെ വാങ്ങുന്ന കാര്യത്തിലൊക്കെ കുറേയും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു എന്താ പറയുന്നത്, എൻ്റെ ഒരു അഭിപ്രായം അതാണ്. അപ്പോൾ ഇതൊക്കെയാണെങ്കിലും വിനീഷ്യസ് ഒരിക്കലും റയൽ വിട്ട് പോകും എന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റ് റിന്യൂവലിന് വേണ്ടിയുള്ള ചർച്ചകൾ വരുന്ന തിങ്കളാഴ്ച വിനീഷ്യസും റയലും തമ്മിൽ വീണ്ടും പുനരാരംഭിക്കും എന്നാണ് ഇപ്പം റിപ്പോർട്ടൊക്കെ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് വിനീഷ്യസിൻ്റെ ഭാഗത്തും റയലിൻ്റെ ഭാഗത്തും ഒക്കെ കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ നടത്തി ഒരു കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റിലേക്ക് പോകും എന്ന് തന്നെയാണ് പല സോഴ്സുകളും പറയുന്നത്. അപ്പം റയൽ മാഡ്രിഡിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പം വിനീഷ്യസിൻ്റെ ആ ഒരു ഇമേജ് റൈറ്റ്സ് അല്ലെങ്കിൽ വിനീഷ്യസിൻ്റെ കൊമേഴ്ഷ്യൽ റൈറ്റ്സ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറേയും കൂടെ ആ ഒരു റവന്യൂവിൻ്റെ നല്ലൊരു ശതമാനം വിനീഷ്യസിന് കൊടുത്തുകൊണ്ടും അതേപോലെ തന്നെ സൈനിങ് ബോണസിൻ്റെ പേരിൽ കുറച്ച് കാശ് കൂടുതൽ കൊടുത്തുകൊണ്ടും പെർഫോമൻസ് റിലേറ്റഡ് ബോണസ് അങ്ങനത്തെ പല ആഡ് ഓൺസ് വെച്ചുകൊണ്ട് വിനീഷ്യസിനെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു ഡീല് ഒക്കെ മുന്നിലേക്ക് വെക്കാനുള്ള ശ്രമം റയൽ നടത്തുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വിനീഷ്യസിനെ കൺവിൻസ് ചെയ്ത് വിനീഷ്യസ് ഇവിടെ തന്നെ നിൽക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അപ്പം വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചന്നം പിന്നെ കമൻസ് ആയിട്ട് ഇടാം. മറ്റൊരു നല്ല വീഡിയോ ഇടണം.